ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഒരു പപ്പായ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് വളരെ എളുപ്പത്തിൽ ഈ കറി നമുക്ക് ഉണ്ടാക്കാം. അതിനായി ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിലേക്ക് ഞാൻ സാമ്പാർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ പച്ചക്കറികളില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ, തേങ്ങ അരയ്ക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്, പപ്പായ കറി. ദോശയോടൊപ്പം, ചോറിനൊപ്പം, ചപ്പാത്തിക്കൊപ്പം എല്ലാം കഴിക്കാൻ പറ്റുന്ന സിമ്പിളായ ഒരു കറി. ഈ പരിപ്പിലേക്ക് പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു മസാലയും ഞങ്ങൾ ഇതിൽ ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പരിപ്പും പപ്പായൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിഷൽ വേവിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഒരു വിഷൽ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ പരിപ്പും പപ്പായൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾ കടുക് വറുത്തിട്ടാണ് ചേർക്കുന്നത്. അതിനായി ഒരു ചീൻചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുകും വെളുത്തുള്ളി, കരിവേപ്പില, ഉണക്കമുളക് എല്ലാം ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയ ശേഷം നമുക്ക് ഇതിനെടുത്തിട്ട് താളിക്കാം. വളരെ സിമ്പിളായ ഒരു പപ്പായ കറി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് വ്ളോഗിൽ വേറൊരു റെസിപ്പി ആയിട്ടും നിങ്ങളുടെ മുമ്പിൽ വരാം. അതുവരയ്ക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ.